നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് രാഹുകേതുക്കളെക്കുറിച്ചാണ്. എന്താണ് രാഹുകേതുക്കളെക്കുറിച്ച് നമ്മളിനി വിശദമായിട്ട് ഒരു സീരീസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് കാരണം വേറൊന്നുമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ ജനുവരി മാസം മുതൽ, ഈ 2024 ജനുവരി 1 മുതൽ ഇങ്ങോട്ട് വീഡിയോസ് അങ്ങനെ എല്ലാ ആഴ്ചയിലും ഒരു 3 വീഡിയോസ് വീതം ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ മാസ്റ്റർ ക്ലാസ്സിൻ്റെ. പക്ഷേ രാഹുവിൻ്റെ വീഡിയോ കഴിഞ്ഞാൽ കേതുവിലേക്ക് വരാനോ ഒരു ബ്രേക്ക് ഉണ്ടാവും. ആദ്യം ഗ്രഹങ്ങളുടെ ഒരു സീരീസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ രാഹു കഴിഞ്ഞ് കേതുവിലേക്ക് വന്നപ്പം ഈ രാഹുകേതുക്കൾക്ക് പറഞ്ഞ പോലെ തന്നെ ഒരു ബ്രേക്ക്, ഒരു കട്ടുണ്ടായി. 2-3 ദിവസം പനി പിടിച്ച് കിടപ്പായിപ്പോയി. അതുപോലെ തന്നെ നമ്മളിപ്പം റെമഡീസിൻ്റെ പരിഹാരത്തിൻ്റെ ഒരു സീരീസ് വന്നപ്പോഴത്തേക്ക് അത് തീരാറായപ്പോഴും സ്വാഭാവികമായിട്ട് അത് തീർന്നു കഴിഞ്ഞപ്പോഴും എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടും മറ്റു പല പ്രശ്നങ്ങളും കാരണം ഈ വീഡിയോസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം സ്വാഭാവികമായിട്ട് അതിൻ്റെ ബ്രേക്ക് വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സബ്ജക്റ്റുകളെക്കുറിച്ച്, ഈ രാഹുകേതുക്കളും ഡെസ്റ്റിനിയും ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് 12 രാശികളിലെ രാഹുകേതുക്കൾ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫലങ്ങൾ എനിക്ക് അനുഭവത്തിൽ വന്നതും അതല്ലാതെ ഉള്ള ഇതിൻ്റെ കുറേ കാര്യങ്ങളെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. അപ്പം അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാഹുവും കേതുവും നോഡുകളാണെന്നുള്ളത് അറിയാമല്ലോ. നമ്മൾ ഓൾറെഡി രാഹുകേതുക്കളെക്കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ പല വീഡിയോകളുടെയും വാക്കികളാണ് ഈ വീഡിയോ, അല്ലെങ്കിൽ പല വീഡിയോയിലും ചെയ്തു വെച്ചതിൻ്റെ ബാലൻസായിട്ടുള്ള സ്റ്റഡീസാണ് നമ്മൾ ഈ ചെയ്യുന്നത്. രാഹുവും കേതുവും നോഡുകളാണെന്നുള്ളത് അറിയാം. സൂര്യചന്ദ്രന്മാരെ അല്പസമയത്തെങ്കിലും മറച്ചു വെക്കാൻ കഴിയുന്ന ഛായാഗ്രഹങ്ങൾ അല്ലേ? സൂര്യൻ ജ്യോതിഷത്തിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആത്മാവിനെയും, പ്രധാനമായിട്ട് പലതിനെ സൂചിപ്പിക്കുന്നതിൽ ആത്മാവിനെയും, അഥവാ ചന്ദ്രനെ മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം മനസ്സിനെയും ആത്മാവിനെയും കുറച്ച് നേരത്തേക്ക് മറച്ചു വെക്കാൻ കഴിയുന്നവരാണ്, ഗ്രഹണം ബാധിപ്പിക്കാൻ മൂടാപ്പ് നൽകുന്നവരാണ് രാഹുകേതുക്കൾ. ഇതിനെ മോക്ഷതലത്തിലേക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂര്യചന്ദ്രന്മാരെ ഇടാപിങ്കളാ നാടികളായിട്ട് കാണുകയും അത് ഒരുമിച്ച് ചേരുമ്പം അവരൊരുമിച്ച് മെർജ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ മറച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരുമിച്ച് ചേർത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആത്മസാക്ഷാത്കാരം, കേതുവിൻ്റെ അനുഭവം, മോക്ഷാവസ്ഥയിലേക്ക് പോകാം എന്നൊക്കെ ഇതിനെ ഒരു തലത്തിൽ കാണാം. നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത് സാധാരണ തലത്തിൽ ആത്മാവും മനസ്സും തമ്മിൽ, ഉള്ളിലെ ആത്മാവിൻ്റെ സ്വഭാവവും നമ്മുടെ സ്വസിദ്ധമായ സ്വഭാവം മനസ്സും തമ്മിൽ, നമ്മൾ പഠിച്ച കാര്യങ്ങളും തമ്മിൽ ചേർച്ചയില്ലാതെ വരുമ്പം ഉണ്ടാവുന്ന ഒരുപാട് കോൺഫ്ലിക്റ്റുകളും കൺഫ്യൂഷൻസും ആണ് വാസ്തവത്തിൽ രാഹുകേതുക്കൾ സാധാരണ ജീവിതത്തിൽ, മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭൗതിക ജീവിതത്തിലായാലും ആധ്യാത്മിക ജീവിതത്തിലായാലും ശരി, വലിയൊരു സ്പിരിച്വൽ അച്ചീവ്മെൻറ്റ്സിലേക്ക് എത്തിക്കാം രാഹുകേതുക്കൾ. ഈ കേതു മാത്രമല്ല, രാഹുവും അതുപോലെ തന്നെ മെറ്റീരിയൽ അച്ചീവ്മെൻറ്റ്സ്, ഭൗതികപരമായിട്ടുള്ള ഒരുപാട് വിജയങ്ങളിലേക്കും രാഹു കേതു എത്തിക്കും. അതിൽ പ്രത്യേകിച്ച് രാഹു. എന്നാൽ ഇവർ രണ്ടുപേരും ജീവിതത്തെ ഒരുപാട് ഗ്രേ ഷെയ്ഡ്സ് ജീവിതത്തിൽ തരുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. കൂടുതലും അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. കേതുവൊക്കെ മോക്ഷകാരകനാണെന്ന് പറയുമെങ്കിലും വാസ്തവത്തിൽ അത്ര മോക്ഷകാരകനായിട്ട് എനിക്ക് അനുഭവപ്പെട്ടില്ല. കാരണം നമ്മൾ നിരന്തരമായിട്ട് ഒരുപാട് ഹൊറോസ്കോപ്പ് ചെക്ക് ചെയ്യുന്നത് കൊണ്ട്, വിളിക്കുന്നത് ഭൂരിപക്ഷവും സാധാരണക്കാരായതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള യാത്രയിൽ ആഗ്രഹങ്ങളെ ബേസ് ചെയ്താണല്ലോ ജീവിതയാത്രകൾ വരുന്നത്. അപ്പം മുന്നോട്ടുള്ള യാത്രയിലെ വൻ തിരിച്ചടികളായിരിക്കും പലപ്പോഴും രാഹുവും കേതുവും ഇവർക്ക് നൽകുന്നത്. ബ്രേക്കാണ്, കട്ട് ചെയ്യുന്നതാണ്. അതായത് ഹൃദയമില്ലാത്തവനാണ് രാഹു എന്നും തലയില്ലാത്തവനാണ് കേതു എന്നുമാണ് പറയുന്നത്. അതായത് കഴുത്തിന് താപ്രം ഇല്ല, അതുകൊണ്ട് ഹെർട്ട്ലെസ് ആയിട്ടുള്ള പ്ലാനറ്റാണ് രാഹു എന്നും, അതുപോലെ തലയില്ലാത്തവനാണ് കേതു എന്നും ഉള്ളൊരു ചിന്തയുണ്ട്. അത് നമുക്ക് ഒരുപാട് രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാം. അതായത് രാഹു എന്ന് പറയുന്നത്
സൂര്യചന്ദ്രന്മാരുമായിട്ട് ഒട്ടും ചേരത്തില്ല. അവരുടെ ശത്രുക്കളാണല്ലോ. പുരാണത്തിൻ്റെ കഥ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂര്യചന്ദ്രന്മാരോട് ഒരിക്കലും ചേരത്തില്ല. കാരണം ചന്ദ്രനാണ് രാഹുവിനെ കാണിച്ചു കൊടുത്തത് മഹാവിഷ്ണുവിന്. അപ്പം വേഷം മാറ്റി സത്യം എന്താണെന്ന് തിരിച്ചറിയാം. അപ്പോൾ ഒളിഞ്ഞ് സത്യത്തിലേക്ക് വളഞ്ഞ വഴിയിലൂടെ, അതായത് ഏതൊരു വിഷയവും തനിക്ക് സക്സസ്ഫുൾ ആവുന്ന അമരത്വം കിട്ടുമെന്ന് ഉറപ്പായിട്ടുള്ള, അതായത് ഡിവൈൻ നെക്ടറിലേക്ക്, അതായത് നമുക്ക് ഏതൊരു വിഷയവും സക്സസ്ഫുൾ ആവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അപ്പം നമ്മളൊരു ആഗ്രഹം ഉണ്ടായി, അത് സാക്ഷാത്കരിച്ച് കഴിഞ്ഞാൽ പൂർണ്ണ ഒരു അമൃതാവസ്ഥയിലേക്ക് നമ്മൾ എത്തും, ഒരു ആനന്ദാവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അപ്പം ഒരു അമൃതാവസ്ഥയിലേക്ക് കയറി ചെന്ന് കുറച്ചെങ്കിലും ആ ഡിവൈൻ നെക്ടർ ഭുജിക്കാൻ കഴിഞ്ഞ ആളാണ് രാഹു. ഒരു ജെനുവിൻ സ്പൈക്ക് മാത്രമേ, ഒരു ജെനുവിനായിട്ടുള്ള കുറച്ചുടായ്പുള്ള ഒരാളിന് മാത്രമേ അർഹതയില്ലാത്തടത്ത് കയറി കുറച്ച് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റും. പക്ഷെ അതിന് ഒരുപാട് കാലം അത് മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് തന്നെ സുദർശനമാകുന്ന, ശരിയായ ദർശനമാകുന്ന, കാലത്തിൻ്റെ ശരിയായ ദർശനമാകുന്ന, സുദർശനമാകുന്ന ചക്രം കൊണ്ട് നിലനിൽപ്പിൻ്റെ, കാലത്തെ നിലനിർത്തുന്ന ആളാണ് വിഷ്ണു ഭഗവാൻ. വിഷ്ണു ഭഗവാന്റെ ശരിയായ ദർശനമാക്കുന്ന സുദർശനം, ശരിയായ കാഴ്ചപ്പാടുകൾ കൊണ്ട് രാഹുവിൻ്റെ കഴുത്തറുത്ത് മാറ്റുക ചെയ്യുന്നത്. ഹൃദയമില്ലാത്ത അവസ്ഥയിലൂടെ, അതായത് വലിയ ഇമോഷണൽ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒരു വിഷയത്തിനെ സ്വാധീനിക്കാൻ, വിഷയത്തിലേക്ക് എത്താൻ, അത് നേടിയെടുക്കാൻ, സ്വാർത്ഥത എന്ന് വേണേൽ പച്ചയ്ക്ക് പറയാം, സ്വാർത്ഥതയാണ് രാഹു എങ്കിൽ കേതു എന്ന് പറയുന്നത് ഹെഡ്ലെസ് ആണ്. അതായത് നിഗൂഢതകളുടെ, ഉള്ളിലിരിക്കുന്നതിൻ്റെ, രഹസ്യങ്ങളുടെ, ദുഃഖത്തിൻ്റെയും തിരിച്ചറിയാത്ത വിഷയങ്ങളുടെയും കാരകനാണ്. കേരളത്തിൽ പലയിടത്തും വരാമിഹിരൻ്റെ ഹോരയൊക്കെ മാത്രം ഫോളോ ചെയ്ത് വളരെ കുറച്ച് കാര്യങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ചില അസ്ട്രോളജേഴ്സ് ഉണ്ട്. അല്ലാത്തവരും ഉണ്ട് കേട്ടോ. ഒരുപാട് പഠിക്കുന്ന മഹാന്മാരായിട്ടുള്ളവരുണ്ട്. അത് വളരെ ചുരുങ്ങിയ എടുത്ത് മാത്രം അസ്ട്രോളജി ഒതുക്കുന്നവർ പലരും രാഹുകേതുക്കളെ മൈൻഡ് ചെയ്യുകയേ വേണ്ട എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് പഠിക്കണം. എന്തിനാണ് രാഹുകേതുക്കളെ കുറിച്ച് പഠിക്കുന്നത്? പഞ്ചതാരാഗ്രഹങ്ങളുണ്ടല്ലോ, സൂര്യേന്ദ്രന്മാരുണ്ടല്ലോ, ഇത് മാത്രം മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിച്ച, അല്ലെങ്കിൽ ഈ നോട്ട്സിനെ കുറിച്ചൊക്കെ പറഞ്ഞ ഋഷിമാർക്കൊന്നും ഒരു വില അവർ കൽപ്പിക്കുന്നില്ല. പക്ഷേ അനുഭവം കൊണ്ടും നിരീക്ഷണം കൊണ്ടും നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാൽ രാഹുകേതുക്കളുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഒരാളുടെ ജാതകത്തെ ബാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. രാഹു നിൽക്കുന്ന രാശിയുടെ നേരെ 7ാം രാശി ആയിരിക്കുമല്ലോ കേതു, ഉറപ്പല്ലേ? അല്ല, കേതു നിൽക്കുന്ന രാശിയുടെ നേരെ 7ാം രാശിയായിരിക്കും രാഹു. രാഹു നിങ്ങളുടെ ഈ ലൈഫിൻ്റെ ഡെസ്റ്റിനിയിൽ, ഈ ലൈഫിൻ്റെ പ്രസൻറ്റ് കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. രാഹു ഈസ് കണക്റ്റഡ് വിത്ത് പ്രസൻറ്റ്. ഈ പ്രസൻറ്റ് ലൈഫിലെ, ഈ ലൈഫിലെ കാര്യങ്ങളാണ് രാഹു സൂചിപ്പിക്കുന്നത് എങ്കിൽ, നിങ്ങളുടെ ദൗത്യങ്ങളെയാണ് രാഹു സൂചിപ്പിക്കുന്നത് എങ്കിൽ, കേതു സൂചിപ്പിക്കുന്നത് തലയില്ലാത്തതാണ്, തല പോയതാണ്, കഴിഞ്ഞ ജന്മത്തിൽ ശരീരം നഷ്ടപ്പെട്ടിട്ട് കർമ്മവുമായിട്ട് വന്നാണ്. കേതു സൂചിപ്പിക്കുന്നത് പാസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസുകളിൽ നിന്നും കൊണ്ടുവന്ന ഡെപ്റ്റുകളാണ്, അതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ കേതു പാസ്റ്റ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ കേതുർദശ, കേതുവിൻ്റെ നക്ഷത്രത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ, ഏതെങ്കിലും ഗ്രഹങ്ങൾ റെട്രോഗ്രേഡായിട്ട് കേതുവിൻ്റെയോ രാഹുവിൻ്റെയോ നക്ഷത്രത്തിൽ നിൽക്കുന്നത്, ഇതെല്ലാം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങൾക്ക് തരും. കേതു എന്ന് പറയുന്നത് കണക്റ്റഡ് വിത്ത് പാസ്റ്റ് ലൈഫാണ്. കേതു എന്ന് പറയുന്നത് റിക്വയർ യു ടു ലേൺ ഫ്രം ദ പാസ്റ്റ് ലൈഫ് മിസ്റ്റേക്കുകൾ, പൂർവജന്മത്തിൽ ചെയ്ത മിസ്റ്റേക്കുകൾ ഈ ജന്മം കംപ്ലീറ്റ് ചെയ്യേണ്ട ഡെപ്റ്റുകളാണ്. അതുകൊണ്ട് രാഹു എന്ന് പറഞ്ഞാൽ എന്താണ്? രാഹു എന്ന് പറഞ്ഞാൽ വാട്ട് യു വാണ്ട് ടു അച്ചീവ്. ഈ ലൈഫിൽ നമ്മൾ എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്പർ 2, രാഹു ഈസ് കണക്റ്റഡ് വിത്ത് പ്രസൻറ്റ് ലൈഫ്. ഈ ലൈഫിലെ നമ്മുടെ ഇപ്പോഴത്തെ കാലവുമായിട്ട്, ഈ ജന്മവുമായിട്ട്, പ്രസൻറ്റ് ലൈഫുമായിട്ട് കണക്റ്റഡ് ആണ് രാഹു എന്ന് പറയുന്നത്. രാഹു റെപ്രസെൻറ്റ്സ് ലൈഫ് ഗോൾ, എയിം ഒക്കെയാണ്. ഈ ജന്മത്തിലെ ലൈഫ് ഗോളാണ് രാഹു തീരുമാനിക്കുന്നത്. അതിൻ്റെ നേരെ വിപരീതമായിട്ട് പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഡെപ്റ്റുകളാണ്, പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പല കാര്യങ്ങളാണ് കേതു സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹു എന്ന് പറയുന്നത് നമ്മുടെ ഈ ജന്മത്തിൻ്റെ പ്രസൻറ്റ് ലൈഫിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാവുമ്പോൾ
അതിനെതിരായിട്ട് നമ്മുടെ പാസ്റ്റ് ലൈഫിലെ ഡെപ്റ്റ് അതിൻ്റെ 7ാം രാശി സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ രാശികൾ തമ്മിൽ എവിടെയാണോ രാഹുവും കേതുവും പ്ലേസ്ഡ് ആയിരിക്കുന്നത് ആ ഓപ്പോസിറ്റ് സൈനുകൾ തമ്മിൽ എപ്പോഴും ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ട്? ആ സൈനുകളുടെ കാരകത്വം അല്ലെ ആ ഭാവകാരകത്വങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. ഈ ഫ്രിക്ഷനാണ് നമ്മളിനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത്. രാഹുകേതുക്കൾ ഓരോ ഭാവങ്ങളിൽ നിന്നാൽ എന്തെന്ത് ഫലങ്ങളായിരിക്കും എന്നുള്ളത്. ഇപ്പം ഈ പറഞ്ഞ അത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇനി മുന്നോട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ നോക്കാൻ. ഒരുപാടുണ്ട് പറയാൻ, പക്ഷേ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് പാസ്റ്റ് ലൈഫിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് രാഹുകേതുക്കളെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. ലഗ്നത്തിൽ രാഹുവും 7ൽ കേതുവും നിന്നാൽ എന്താണ് ഫലം? 7 പാർട്ട്ണർഷിപ്പാണ്, ലഗ്നം സെൽഫാണ്. ഇത് തമ്മിലുള്ളൊരു ഫ്രിക്ഷൻ ഉണ്ട്. അതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കാം, മനസ്സിലാക്കാം. നമസ്കാരം.